മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള ചെറുപുഷ്പം ദേവാലയത്തിലെ ഒരംഗമാണ്. എൻ്റെ കുടുംബം, എൻ്റെ അമ്മ, എൻ്റെ അപ്പം നേരത്തെ മരിച്ചുപോയി. മൂന്ന് സഹോദരങ്ങൾ, പിന്നെ 2 മക്കൾ, എൻ്റെ ഭാര്യ അടങ്ങുന്ന കുടുംബമാണ്. ഇപ്പം മക്കളെല്ലാം വിദേശത്ത് ജോലി ചെയ്യുന്നു. ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ 2 പേരും ഒരു കർഷക കുടുംബത്തിലുള്ള അംഗങ്ങളാണ്. ഞാനൊരു മാതാവിൻ്റെ ഭക്തനാണ്. മാതാവിനോടുള്ള ഭക്തി കൂടിയത് ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷമാണ്. വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യ വന്നതിന് ശേഷമാണ്. അമ്മ പറഞ്ഞു തരുമായിരുന്നു, എന്നാലും അതിന് കൂടുതൽ ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം വന്നത് ഭാര്യയിൽ നിന്നാണ്. ഭാര്യ വന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഒന്നിച്ചിരുന്ന് കൊന്ത ചെല്ലും. അങ്ങനെയാണ് മാതാവിനോടുള്ള ഭക്തി വന്നത്. അങ്ങനെ എന്ത് വിഷമം വന്നാലും ഞങ്ങൾ മാതാവിനോട് വിളിച്ച് അപേക്ഷിക്കും. അന്നേരം അതിന് തക്കതായ പ്രതിഫലം മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കൃത്യം 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്ന് സ്വർഗസ്ഥനായി ചെല്ലും. ചെല്ലി കഴിഞ്ഞിട്ടേ ഞാൻ പള്ളിയിലേക്ക് വരുള്ളൂ. ഇത് മക്കളെയും പഠിപ്പിക്കും. മക്കളോടും കാലത്ത് എണീക്കാൻ പറയും. അവരും എണീച്ചിരിക്കും, ഞങ്ങളുടെ കൂടെ കൂടും. അങ്ങനെ അവരെ വിവാഹിതരായി കഴിഞ്ഞപ്പം പിന്നെ അവർക്ക് കുടുംബമായി അവർ വേറെ ഗൾഫിലേക്ക് വിദേശത്തേക്ക് പോയതിനു ശേഷം ഞങ്ങൾ അവർക്ക് വേണ്ടിയാണ് പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അവർക്ക് ഒന്നിനൊന്നിന് ദൈവ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിച്ചത്. അങ്ങനെ ഞാൻ ദിവസവും കാലത്തെ 6:45 കുർബാനയ്ക്ക് ദിവസം പള്ളിയിൽ എത്തിയിരിക്കും. അത് നിർബന്ധമാണ്. പള്ളിയിൽ പോകാണ്ട് ഒരു കാര്യത്തിനും മാറില്ല. ഈ കാണുന്നതാണ് എൻ്റെ തോട്ടം. ഇതിനകത്ത് പണികളെല്ലാം ഞാനും എൻ്റെ ഭാര്യയും ഒരു പണിക്കാരനുണ്ട്. അവരും കൂടെ കൂടിയിട്ടാണ് ഇതെല്ലാം ചെയ്യൽ. നല്ല വരുമാനം കിട്ടും ചില വർഷങ്ങൾ കീടങ്ങളൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ പറമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ആ കീടങ്ങൾ, ഞാൻ ഒരു കീടനാശിനി ഈ പറമ്പിൽ തളിക്കാറില്ല. അതിൻ്റെ ഫലമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല അനുഭവം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കീടങ്ങൾ തന്നെ പറമ്പിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കൊല്ലം നല്ലൊരു വിളവായിരുന്നു കിട്ടിയത്. അതിന് അടുത്ത കൊല്ലവും എനിക്ക് ഈ കൊല്ലം കിട്ടിയതിനൊക്കെ ഇനി കൂടുതൽ അടുത്ത വർഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എനിക്ക് താഴെ ഒരു വയലേരിയയാണ്. അവിടെ കുറച്ച് തണുപ്പ് കൂടിയ സ്ഥലങ്ങളാണ്. അവിടെ എനിക്ക് കുറച്ച് കാപ്പിയുണ്ട്, 1/2 ഏക്കർ കാപ്പിയുണ്ട്. അതിനകത്ത് കണ്ടമാനം ഈ കൊമ്പ് ഉണങ്ങുന്ന ഒരു അസുഖം വന്ന് കാപ്പിക്ക് കൂടി ഞാൻ ഒരുപാട് പൈസയുടെ മരുന്ന് മേടിച്ചടിച്ചു. എന്നിട്ടൊന്നും അത് മാറിയില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ 2 പേരും കൂടെ അങ്ങോട്ട് പറമ്പിൻ്റെ അങ്ങേ തല തൊട്ട് ഇങ്ങേ തല വരെ കൊന്ത ചൊല്ലിക്കൊണ്ട് നടക്കും. മാതാവിനോട് കൊന്ത ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് ആ കീടം കഴിഞ്ഞ വർഷം തൊട്ട് ആ പറമ്പിൽ നിന്ന് തന്നെ വിട്ടുമാറിപ്പോയി. അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ എനിക്ക് അതിപ്പം പറമ്പിലിറങ്ങി നോക്കിയാൽ ഒറ്റ ഇല പോലും പഴുത്തതായിട്ട് കാണുന്നില്ല. നല്ല ഫ്രഷായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ അമ്മച്ചിയാണ്. പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് കൊന്ത ചെല്ലുന്നത് എല്ലാ ദിവസങ്ങളിലും. പിന്നെ പറമ്പിൽ ഇറങ്ങുവാണെങ്കിൽ ശരി ഇവളായിരിക്കും ആദ്യം കൊന്ത തുടങ്ങുക. ചെല്ലി ചില സമയത്തൊക്കെ വലിയ അലറി വലിയ ഒച്ചയോട് കൂടിയിട്ട് മാതാവിനെ വിളിച്ചിട്ട് പറമ്പിൽ നിന്ന് കരയുന്ന ഒച്ചയോടുകൂടി പ്രാർത്ഥിക്കുന്നേക്കാം. അന്നേരം ഞങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് ഇവളിങ്ങനെ ഒച്ചയിൽ പ്രാർത്ഥിക്കണേന്ന്. അപ്പോൾ ഇവളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പം ഞാനിങ്ങനെ പോയി ഇവളിങ്ങനെ പ്രാർത്ഥിക്കും, കൈ ഇങ്ങനെ വിരിച്ച് പിടിച്ചോട് പ്രാർത്ഥിക്കും. അപ്പം അതിൻ്റെ കൂടി ഞാനും മാതാവിൻ്റെ ഒരു വിട്ടുമാറാത്ത അത്രയും വലിയൊരു വിശ്വാസം എനിക്ക് മാതാവിലേക്ക് അടുത്തത് ഇപ്പോൾ വന്നതിന് ശേഷമാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ വീടിൻ്റെ കാര്യത്തെ പറ്റിയാണ്. വീട് പണിയുമ്പോൾ 600 രൂപ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. ആ 600 രൂപയിൽ നിന്നുണ്ടാക്കി ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൂടി കെട്ടിയുണ്ടാക്കിയതാണ് ഇത്. 600 രൂപ ഉണ്ടാക്കി ഇവളുടെ ഒറ്റ നിരന്തരമായ സൂര്യക്കേട് കൊണ്ട് എന്താ പറയേണ്ടത്, ആ രീതിയിൽ സൂര്യം കെടുത്തി വീടിന് മണ്ണെടുത്ത് അന്ന് തന്നെ 18,000 അല്ലേ 18,000 ചില രൂപ അന്നായി. അങ്ങനെ മണ്ണെടുത്തു. പിന്നെ എന്താ പറയേണ്ടത്, അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ഒരു 3 മാസം കൊണ്ട് വീട് മേഞ്ഞു. ചോദിച്ചവരെല്ലാം കൈ നീട്ടി, ഒരു സ്ഥലത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരും തന്നു. വീട് പണിയുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഞങ്ങളുടെ കുറച്ച് 600 രൂപ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം മട്ടം വലിക്കാൻ തന്നെ നല്ലൊരു പൈസ വേണ്ടി വന്നു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പം നമുക്ക് എൻ്റെ സഹോദരങ്ങളായാലും മറ്റുള്ള അയൽവക്കങ്ങളിലായാലും ഈ വീട് പണി റെൻ്റ് എടുത്ത ഒരു മനുഷ്യനുണ്ട്. അയാൾ ഞങ്ങൾക്ക് വായ്പയായിട്ട് കുറേ പൈസ തന്നു. വർഷങ്ങൾ കൊണ്ടാണ് ആ കടവൊക്കെ വീട്ടിൽ തീർത്തത്. ഒക്കെ ദൈവാനുഗ്രഹമായി നമ്മൾ കരുതുന്നു. പിന്നെ അന്ന് വാർക്കുന്ന അന്ന് ഭയങ്കര മഴയായിരുന്നു. ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് വാർത്തത്.
വാർക്കം നിന്ന് അലറി വിളിച്ച് മഴ വരുവാണ്. അപ്പം ഞാൻ ആ ഷെഡിൻ്റെ മുമ്പിൽ അവിടെ താഴെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അങ്ങ് നിൽക്കുകയായിരുന്നു. മഴ പെയ്താൽ ഇത് മുഴുവൻ തല്ലിപ്പോയി. ഇന്നത്തെ പോലെ സംവിധാനം ഇല്ല. അന്ന് ഒരു 8-9 വർഷം മുമ്പാണ്. അന്നേരം ഭയങ്കര മഴ വന്നു, ഇടിയും മഴയും കൂടെ വന്ന് പെയ്തു തുള്ളിയിട്ടു. അപ്പം ഞാൻ ആ മുറ്റത്ത് നിന്ന് മുട്ടി കുത്തി നിന്നിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അത്യുന്നതൻ്റെ പ്രാർത്ഥന ചൊല്ലി. മഴ എതിലേ പോയെന്നറിയില്ല, ഈ ചുറ്റുപാടും മഴ പെയ്തു, ഈ വീടിൻ്റെ സ്ഥലത്ത് മഴ പെയ്തിട്ടില്ല. പൈസയ്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായ സമയത്ത് ഞങ്ങൾ ധാരാളം കൊന്ത ചെല്ലുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി 10 കൊന്തയെങ്കിലും ചെല്ലുമായിരുന്നു. പിന്നെ പറമ്പിലിറങ്ങിപ്പോയാലും ചെല്ലും. വൈകുന്നേരം 6:30 മണി കഴിഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളില്ലാതെ ആകെ 600 രൂപ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം മാതാവ് തരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ആരിലൂടെയും സഹായം എത്തിക്കും എന്നുള്ള ഇതായിരുന്നു. എൻ്റെ സഹോദരങ്ങളിലൂടെ അയൽവക്കത്ത് ചോദിച്ചവരെല്ലാം നമുക്ക് കടമായി തരുകയും പിന്നെ എപ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ടേ നിൽക്കുമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും പ്രാർത്ഥിക്കും, കിടക്കുമ്പോൾ കൊന്ത ചൊല്ലിയാണ് ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം നമുക്ക് കിട്ടി. എനിക്ക് നെഞ്ചിൽ വിഷമങ്ങളും വിയർക്കലും അതുപോലെ നടക്കുമ്പോൾ തലകറങ്ങലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളും പറയും, ഭർത്താവും പറയും പോയി നോക്കാം എന്ന് പറയുമ്പോൾ ഞാൻ കൊന്ത ചൊല്ലി അങ്ങനെ കുറേ നാൾ അങ്ങനെ ഇരുന്നു. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധപ്രകാരം മേപ്പാടി ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചതിൻ്റെ ഫലമായി ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അതിലൂടെ മരുന്ന് അവർ പറയുകയും മരുന്ന് തരികയും ചെയ്തു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മാതാവിനുള്ള നിരന്തരമായ പ്രാർത്ഥന കാരണം എനിക്ക് ഇതുവരെയും അത് പിന്നെ അസ്വസ്ഥതയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നിട്ടില്ല. അതോടുകൂടി ഞാൻ നിരന്തരം ചെല്ലുന്ന കൊന്ത കൂടാണ്ട് 2 കൊന്തയും കൂടി എന്നും ചൊല്ലിക്കൊണ്ടിരിക്കും. ഉറങ്ങോളം കൊന്തകളങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. മാതാവ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ കാര്യമാണ് ഈ ബ്ലോക്കിൻ്റെ കാര്യം. ജോർജ് കാട്ടാങ്കോട്ടിൽ ചേട്ടനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചേട്ടനിവിടെ പുരാതന കത്തോലിക്ക ഇടവക അംഗമാണ്. ഏകദേശം 70 വർഷങ്ങളോളമായി അവരുടെ കുടുംബം ഇവിടെ ആയിട്ട്. എനിക്ക് പരിചയമുള്ളത് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ടാണ്. ചേട്ടൻ നല്ലൊരു കർഷകനാണ്. ഒരു 10 വർഷത്തോളം ഇവിടെ കൈക്കാരനായിട്ട് സേവനം ചെയ്തു വരുന്നു. ഇടവകയുടെ ആണെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും ഏത് കാര്യത്തിനും നമ്മുടെയൊക്കെ ഒരു വലിയ ഉപകാരിയാണ് ചേട്ടൻ. കഴിഞ്ഞ 3 മാസം മുമ്പ് ചേട്ടന് അവരുടെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ പുല്ല് വെട്ടുന്ന യന്ത്രം വഴി വലിയൊരു അപകടം ഉണ്ടായി. കുതികാലിനാണ് മുറിവ് സംഭവിച്ചത്. കാലിങ്ങനെ മുറിഞ്ഞ് ആ തൊലിപ്പുറത്ത് മാത്രം നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. എന്നിട്ട് ചേട്ടൻ തന്നെ ഒരു കോലുപയോഗിച്ചത് കെട്ടി അങ്ങനെയാണ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ കണ്ടവരൊക്കെ പറഞ്ഞ് ഇനി ഒരിക്കലും ചേട്ടൻ നടക്കില്ലെന്ന്. പക്ഷേ ചേട്ടൻ്റെ ആത്മവിശ്വാസവും മാതാവിനോടുള്ള ആ ഭക്തിയും കൊന്തയിലുള്ള വിശ്വാസവും ഒക്കെയാണ് ചേട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തിയത്. ഞങ്ങൾ ഇടവകയിൽ നിന്ന് കൈക്കാരന്മാരും അച്ഛനും സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ചേട്ടനെ കാണാൻ പോയപ്പോൾ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് വരും, ഞാൻ എന്തായാലും നടന്ന് ഞാൻ പള്ളിയിൽ 2 മാസത്തിനുള്ളിൽ വരും എന്ന് പറഞ്ഞു. ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. അങ്ങനെ തന്നെയാണ് ഡോക്ടറും ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ നടക്കും, അത് വിശ്വസിച്ചോളാൻ പറഞ്ഞു. ചേട്ടൻ കുടുംബവും അത് വിശ്വസിച്ചു. അവർ അല്ലെങ്കിൽ തന്നെ ഇവർ പതിവായിട്ട് എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുന്നതായിരുന്നു. ഈ ദേവാലയത്തിൽ മിക്കവാറും കുറച്ച് പേരൊക്കെ വരാറുണ്ടായിരുന്നുള്ളൂ. ഇവരായിരുന്നു എല്ലാ ദിവസവും വരുന്ന ഒരു ഫാമിലി. അപ്പോൾ ചേട്ടൻ്റെ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പരിശുദ്ധ അമ്മയോടുള്ള വാത്സല്യവും സ്നേഹവും കൊന്തയിലുള്ള വിശ്വാസവും ഒക്കെയാണ് ചേട്ടനെ വീണ്ടും എഴുന്നേൽപ്പിച്ച് പറഞ്ഞതുപോലെ തന്നെ 45 ദിവസമായപ്പോൾ ചേട്ടൻ വണ്ടി ഓടിച്ച് പള്ളിയിൽ വന്നത് വലിയൊരു അത്ഭുതമായിട്ട് ഞങ്ങളെല്ലാവരും കാണുന്നു. എനിക്ക് പറയാനുള്ളത് പുതുതലമുറയോട്, ഇപ്പോഴത്തെ മക്കളോട് പറയാനുള്ളത്, പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടുമെന്ന് പറയുമ്പോൾ അവരൊരു കളിയാക്കിയിട്ടുള്ളൊരു മനോഭാവമാണ് അവർക്കുള്ളത്. പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടുമെന്നുള്ളതിനൊരു ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും. എൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ എനിക്കത് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യം സാധിച്ചു തരുമെന്നുള്ളത്, നമ്മുടെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ എന്ത് നേടിത്തരും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം എനിക്കെൻ്റെ അനുഭവത്തിലുണ്ട്.
ഞാൻ എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹത്തെപ്പറ്റി സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. ഈ ദേവാലയം കൊച്ചുറേസ്യയുടെ നാമത്തിലുള്ളതാണെങ്കിലും മാതാവിൻ്റെ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ നാമത്തിലാണ്, എനിക്ക് മാതാവിനോടാണ് കൂടുതൽ അടുപ്പം, മാതാവിൻ്റെ നാമത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നും ഇവിടെ വരും, കുർബാന കൈക്കൊള്ളും, മാതാവിൻ്റെ മുന്നിൽ വന്ന് തൊട്ട് വണങ്ങിയിട്ടേ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ. പിന്നെ വീട്ടിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ കൃഷിയിടത്തിലേക്ക് കൃഷിപ്പണിക്കായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ കാട് വെട്ടുന്ന മെഷീൻ എടുത്തിട്ട് കാട് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കല്ലേ തട്ടിയിട്ട് ബ്ലേഡ് പൊട്ടി എൻ്റെ കാലയിൽ വന്ന് കൊണ്ട് കാല് അറ്റുപോയി എന്ന് പറയാൻ പറ്റില്ല, ഒരു ശകലം പിടിച്ച് തൂങ്ങിക്കിടന്നു. കണ്ടപ്പം ഞാൻ ആദ്യം അറിഞ്ഞില്ല കാലിൽ ഇത് എന്ത് പറ്റിയെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അന്നേരം തന്നെ ഞാൻ എൻ്റെ ഭാര്യനെ വിളിച്ചു, എൻ്റെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്, ഓടി വാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വന്ന് നോക്കിയിട്ട് അലറി കരഞ്ഞുകൊണ്ട് തിരിച്ചോടിക്കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴാണ് എൻ്റെ കാലിൻ്റെ ഭീകരത എനിക്ക് മനസ്സിലായത്. അന്നേരം തന്നെ ഞാൻ കാലിങ്ങനെ കൊത്തി നോക്കുമ്പോൾ കാല് ഒന്നുമില്ല, കുറേ ഭാഗങ്ങൾ തെറിച്ചു പോയിരുന്നു മെഷീൻ കൊണ്ടിട്ട്. അന്നേരം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതെന്താണ് ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം, മാതാവ് ഇത് എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്കൊരു ആത്മധൈര്യം കിട്ടി മനസ്സിൽ. ഉടനെ തന്നെ ഞാൻ തന്നെ എൻ്റെ 2 കൈ കൊണ്ടും എൻ്റെ കാല് വാരി കൂട്ടിപ്പിടിച്ച് എൻ്റെ ഒരു പണിക്കാരനുണ്ടായിരുന്നു, അവനെ അടുത്തേക്ക് വിളിച്ചു. അവൻ വന്നിട്ടും അവനും എൻ്റെ കൂടെ നിന്നില്ല, അവനും പേടിച്ചിട്ട് ഓടിപ്പോയി. എനിക്ക് കെട്ടാൻ പറ്റില്ല ചേട്ടായി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം മനധൈര്യത്താൽ കാല് സ്വന്തം തോർത്തുകൊണ്ട് തന്നെ കെട്ടി ഇട്ടിട്ട് കാല് പൊന്തിച്ച് നോക്കുമ്പോൾ കാല് കീഴോട്ട് തൂങ്ങിപ്പോയിരുന്നു. പിന്നെ അപ്പോൾ അവനോട് പറഞ്ഞു, ഒരു കഷ്ണം കമ്പ് വെട്ടിക്കൊണ്ട് വാടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പോയി കമ്പ് വെട്ടിയിട്ട് വന്നു. ആ കമ്പ് വെച്ച് നല്ല ബലമായിട്ട് കൂട്ടി കെട്ടിയതിൻ്റെ ഫലമായി കാല് നല്ല ബലത്തിൽ നിന്നു. അവിടുന്ന് അവരെന്നെ എടുത്ത് റോട്ടിൽ കൊണ്ടുവന്ന് ഒരു വണ്ടിയിൽ കയറ്റി മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ പറ്റൂല, ഇത് കോഴിക്കോട് കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് ഇങ്ങനെ നിരന്തരം ഞാനിങ്ങനെ പോകുമ്പോഴാണെങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാലിന് വേദനയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയാസങ്ങളോ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് എഴുതി കൊടുത്ത് നേരെ മേപ്പാടിക്ക് പോയി. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു മേപ്പാടി ഒരു ഡോക്ടർ. ആ ഡോക്ടർ പറഞ്ഞു, ചേട്ടാ ഇങ്ങോട്ട് പോന്നാൽ മതി, നമുക്കിവിടെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ വന്ന് നോക്കി. അപ്പോൾ തന്നെ എൻ്റെ ബോഡിയെല്ലാം ചെക്ക് ചെയ്തു. ഷുഗർ എനിക്ക് ഒരു കാലത്തും ഇല്ലാത്തൊരു ഷുഗറായിരുന്നു. അന്നേരം 230 ഷുഗർ കൂടി കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, ജോർജ് ചേട്ടാ ഇത് നമുക്ക് ഇന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ഒരു 3 ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ പടം ഒരു വിഷമമായി. അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് എന്ത് പറ്റി, ഇത് ബുദ്ധിമുട്ടാകുമല്ലോ. അപ്പോൾ ഡോക്ടർ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇതൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, സംഗതി നമുക്ക് 3 ദിവസം ആയാലും ഇതിനെപ്പറ്റി പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം അന്നേരം തന്നെ അവർ മരുന്നൊക്കെ തന്നു. പിറ്റേ ദിവസം വന്ന് നേഴ്സ് വന്ന് എന്നെ ബോഡി ചെക്ക് ചെയ്തപ്പം ആ 230 ഉണ്ടായിരുന്ന ഷുഗർ ഒറ്റയടിക്ക് മാറി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേനും 110 കഴിഞ്ഞപ്പോൾ അന്നേരം തന്നെ അവർക്ക് റിപ്പോർട്ട് കൊടുത്തു. ഡോക്ടർ വന്ന് അന്നേരം തന്നെ പറഞ്ഞു, ജോർജ് ചേട്ടാ നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളൊരു മനുഷ്യനാണ്, ഇത്ര പെട്ടെന്ന് കുറയില്ലായിരുന്നു, അത് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി 2.5 മണിക്കൂർ താമസിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി എന്നെ കൊണ്ടുവന്ന് വാർഡിൽ കൊണ്ടുവന്ന് കടത്തി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് തോളെ തട്ടിയിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ് ജോർജ് ചേട്ടന് വിഷമം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. എനിക്കൊരു പേടിയില്ല, ഡോക്ടർ ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ 3 ദിവസം കഴിയുമ്പോൾ നമ്മളിത് അഴിച്ച് കഴിയുമ്പോൾ ചിലപ്പം ഈ തുന്നി കെട്ടിയതെല്ലാം വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു എന്തോ ഒരു വിഷമം പോലെ തോന്നി. അപ്പോൾ എനിക്കൊരു വിഷമമില്ല, ഡോക്ടർ ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ വിട്ടുപോകും, അത് ചെറിയ പീസുകളായി ഇങ്ങനെ ചിന്തറി പോയതുകൊണ്ട് അത് ഞങ്ങൾ ബലമായി പിടിച്ചിട്ടാണ് അത് തുന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന എൻ്റെ വീട്ടുകാർക്കെല്ലാം ഭയങ്കര വിഷമമായി. അപ്പോൾ അവരിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അച്ഛനോട് വിളിച്ചു പറഞ്ഞു, ഇവിടുത്തെ വികാരി അച്ഛനോട് വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ആണ് പറയുന്നത്, ഡോക്ടർ പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇടവക ജനങ്ങളോടെല്ലാം പറയണം, ഇങ്ങനെ ആണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ പ്രാർത്ഥിച്ചു മാതാവിനോട്. അതിൻ്റെ ഫലമായി 3-ാം ദിവസം വന്ന് ഇത് അഴിച്ചു നോക്കിയ സമയത്ത് എൻ്റെ മുറിവ് നല്ലതുപോലെ കൂടിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടർ കയ്യെ തട്ടിയിട്ട് പറഞ്ഞു, ജോർജ് ചേട്ടാ നിങ്ങൾ വലിയൊരു ദൈവാനുഗ്രഹമുള്ളൊരു ആളാണ്, ഈ വാർഡിൽ കിടക്കുന്ന നിലയ്ക്ക് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അന്നേരം എൻ്റെ കുടുംബക്കാരെല്ലാം തിന്നൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവർ വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പിന്നെ ജോർജ് ചേട്ടൻ്റെ ആൾക്കാരാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അന്നേരം തന്നെ അവർ ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഒന്നും പറയാനില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് 3 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു മുറിവ് കൂടിയിരിക്കുന്നത് കണ്ടതെന്ന് പറഞ്ഞു. അത് തന്നെ ഒരു വലിയ അനുഭവമായിട്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ 3-ാമത്തെ ദിവസം വന്ന് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ അടുത്ത് വന്ന് പറഞ്ഞു, ചിലപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ ഒന്നും കൂടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു.
അന്നേരം ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ പേടിയായിരുന്നു, ഇങ്ങനെ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോണേ. അന്നേരം പറഞ്ഞു ചിലപ്പോൾ അത് ഒന്നും കൂടെ നമുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും തികയാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തുടയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അവിടെ വെച്ചിട്ട് അത് ഫില്ല് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം പേടിയുണ്ടോയെന്ന് ചോദിച്ചു എന്നോട്. എനിക്ക് പറഞ്ഞു എനിക്കൊരു പേടിയില്ല, ഡോക്ടർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ കാലയിൽ എന്ന് പറഞ്ഞു. അന്നേരം തന്നെ പിറ്റേ ദിവസം 6 ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് ഡോക്ടർ അടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇതിൻ്റെ ആവശ്യം വരില്ല എന്ന് തോന്നുന്നു ചേട്ടാ, അതുകൊണ്ട് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് മുറിവ് എന്നും പറഞ്ഞ് എന്നെ 12ാമത്തെ ദിവസം എന്നെ ഡോക്ടർ ഒന്ന് ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളോട് 20 ദിവസം കഴിയുമ്പോൾ തിരിച്ച് ചെല്ലാൻ പറഞ്ഞു. തിരിച്ച് ചെന്ന് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ പരിപൂർണമായിട്ടും ആ മുറിവ് നല്ലതുപോലെ കൂടി, ഒന്നുമില്ല അവിടെ മുറിവുള്ള സ്ഥലം പോലെ ആണെന്ന് അറിയില്ലായിരുന്നു, അതുപോലെ നല്ല വൃത്തിയായി കൂടിയിട്ടുണ്ടായിരുന്നു മുറിവുകളെല്ലാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി 3 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത മാസം 21-ന് എനിക്ക് പോകണം ഡോക്ടറെ അടുത്ത് കാണാനും. അപ്പോൾ അതൊരു വേറെ ഒന്നുമല്ല, ഡോക്ടർ പവറുമല്ല, വേറെ ഒന്നുമല്ല, മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ കാലം അത്ര പെട്ടെന്ന് ഭേദമായി കിട്ടിയെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഇതാണ് എൻ്റെ ഇടവക പള്ളി. ഞങ്ങൾ ദിവസവും വരുന്ന പ്രാർത്ഥിക്കുന്ന പള്ളിയാണിത്. ഇത് കൊച്ചു ത്രേസ്യയുടെ നാമത്തിലുള്ള പള്ളിയാണ്. കൊച്ചു ത്രേസ്യയുടെ നാമത്തിലുള്ള പള്ളിയാണെങ്കിലും എനിക്ക് വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ കൊച്ചു ത്രേസ്യയോടും പ്രാർത്ഥിക്കും, അതിൻ്റെ ഉപരിയായിട്ട് മാതാവിനോടാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. മാതാവാണ് എൻ്റെ പ്രിയപ്പെട്ട ആൾ. അപ്പോൾ മാതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചാലേ ഒരു തൃപ്തി വരുള്ളൂ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നുണ്ട്. അതൊരു വലിയ അനുഭവമാണ്. അത് എല്ലാവരോടും കൂടി ഇപ്പോഴത്തെ പുതുതലമുറയോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ ഇടവക ജനങ്ങൾ ഒന്നായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഇടവകയ്ക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും എന്നുള്ള കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ എൻ്റെ 70 വയസ്സ് പ്രായമുണ്ട് എനിക്ക്. ആ 70 വയസ്സിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഈ പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഈ പുതിയിടം ഇനിയും മാറും, ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, ഒരുപാട് പുതിയ തലമുറകൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാതാവ് ഇല്ലാണ്ട് നമുക്കൊരു ജീവിതമില്ല. അപ്പോൾ ആ ജീവിതത്തോട് നമുക്ക് കൂട്ടു നിൽക്കണമെങ്കിൽ പുതിയ തലമുറകൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. അപ്പോൾ അതിനു വേണ്ട എല്ലാ മാതാപിതാക്കളും ഒത്തൊരുമയോട് കൂടിയിട്ട് വൈകുന്നേരം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞ് അങ്ങനെയുള്ള ഒത്തൊരുമയുണ്ടെങ്കിൽ നല്ല മക്കളെ കിട്ടും. ആ മക്കൾ നമ്മുടെ ഭാവിയിലെ തലമുറയ്ക്ക് നല്ലതായിരിക്കും, നമ്മുടെ ഇടവകയ്ക്ക് നല്ലതായിരിക്കും, നമ്മുടെ എല്ലാ ജനങ്ങൾക്കും നല്ലതായിരിക്കും.